നമസ്കാരം, ഞാൻ ഫർസാന. ഞാനൊരു മൂവി ഡയറക്ടറാണ്. എൻ്റെ വീട് കാസർഗോഡാണ്. എൻ്റെ ഹസ്ബൻഡ് ട്രിവാൻഡ്രത്താണ്. 2 കുട്ടികളുണ്ട്. ഞാൻ ഒരു സിനിമ മോഹിയാണ്. ഞാൻ എൻ്റെ ഉപ്പാന്റെ കൂടെ കുറെ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോഴേ എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു സിനിമ ചെയ്യണമെന്നുള്ളത്. ആ സമയത്താണ് പത്രത്തിലൊരു വാർത്ത കണ്ടത്. ഗവൺമെന്റിന്റെ KSFDC ഒരു സ്കീം ഉണ്ടെന്ന്, വനിതാ സംവിധായകർക്കുള്ള ഒരു സ്കീം ഉണ്ടെന്ന്. നമ്മളൊരു കാസർഗോഡൻ ഒരു സ്റ്റോറി തയ്യാറാക്കിയെന്ന് വെച്ചാൽ കാസർഗോഡ് നടന്ന ചെറിയൊരു ത്രെഡ് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു സ്റ്റോറി ഉണ്ടാക്കി KSFDC സമർപ്പിച്ചു. 220ഓളം സ്റ്റോറി അവിടെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 84 എടുത്ത് അതിൽ നിന്ന് 4 കഥ തിരഞ്ഞെടുത്തു. ഒരെണ്ണം എൻ്റെതായിരുന്നു. അങ്ങനെ ഞാനൊരു സംവിധായികയായി. എൻ്റെ സിനിമയുടെ പേര് മുംത എന്നാണ്. അപ്പോൾ ഈ KSFDC ഷാജി കറൻ സാറ് പറഞ്ഞ് എല്ലാ ക്രൂവും വനിതകൾ തന്നെ കൊണ്ടുവരാന്ന് പറഞ്ഞു. അങ്ങനെ സാർ തന്നെ മുൻകൈ എടുത്ത് എല്ലാ വനിതകൾ തന്നെയാണ് ക്രൂ ആയിട്ട് കൊണ്ടുവന്നത്. ലൈൻ പ്രൊഡ്യൂസർ റത്തീന, DOP ഫൗസിയ ഫാത്തിമ, കോസ്റ്റ്യൂം ഫെമീന, ആർട്ട് ദുന്ദു, സൗണ്ട് ഗംഗ, എഡിറ്റർ വീണ, ചീഫ് അസോസിയേറ്റ് രമ്യ. അങ്ങനെ എല്ലാവരും ഇന്ത്യയിൽ തന്നെ ഓൾ വുമൻ ക്രൂ ആയ ആദ്യത്തെ സിനിമയാണ്. ഏറ്റവും ഒടുവിൽ ചിത്രീകരണം പൂർത്തിയായ മുംത എന്ന ചിത്രത്തിന്റെ സാങ്കേതിക വിഭാഗം മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് വനിതകളാണ്. ഇന്ത്യയുടെ ചലച്ചിത്ര ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് സ്ത്രീകളുടെ മാത്രം മേൽനോട്ടത്തിൽ പൂർത്തിയാകുന്ന ഒരു സിനിമ സർക്കാർ തലത്തിൽ നിർമ്മിക്കുന്നത്. മുംത എന്ന നമ്മളെ സിനിമയില് കുറെ പ്രത്യേകതകളുണ്ട്. കാസർഗോഡിന്റെ തനതായ കുറെ കാര്യങ്ങൾ ഞാൻ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഷൂട്ടിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ 21 ദിവസത്തെ ഷെഡ്യൂളാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും സഹകരണം കൊണ്ട് 19 ദിവസം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റി. ഈ ക്രൗഡെല്ലാം എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആ സമയത്താണ് എൻ്റെ നാട്ടുകാരും എൻ്റെ ബന്ധുക്കളും എല്ലാവരും നമ്മള് കൂടെ ഉണ്ട്, നമ്മൾ വരാം, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞൂടാ. കാരണം അവർ സിനിമ എന്ന് പറഞ്ഞാൽ എന്തെന്ന് പോലും അറിയാത്തവരവരെല്ലാം നല്ല പോലെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞതെല്ലാം അവർ ചെയ്തു. എല്ലാവരും സഹകരിച്ച് ഇതിൽ അവരെല്ലാവരും കഥാപാത്രങ്ങളായിട്ട് മാറി. അവരെ ഇതിൽ കൊണ്ടുവരാൻ പറ്റിയത് എനിക്ക് വളരെ വളരെ സന്തോഷം. 52ഓളം ആർട്ടിസ്റ്റ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. കഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് പർദ്ദയിൽ നിന്നും എങ്ങനെ പുറത്തു വരാമെന്നുള്ള ഒരു കഥയാണ്. മുംതാസ് കഥാപാത്രം അവതരിപ്പിച്ചത് ചെറുത്തൂരുള്ള ധനലക്ഷ്മി എന്നൊരു പെൺകുട്ടിയാണ്. മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് ഒന്ന് സന്തോഷ് കീഴാറ്റൂര, പിന്നെ ബൃന്ദ, നന്ദിനി, നവാസ് വള്ളിക്കുന്നിൽ, സിബി തോമസ്, അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകൾ ഇതിൽ. ഞാൻ മനസ്സിൽ വിചാരിച്ച അതേപോലെ എനിക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇതിന് സഹായിച്ച ഗവൺമെന്റിനോട് തീരാത്ത നന്ദിയുണ്ട്. കാരണം ഒന്നേ പോലെ ഒതുങ്ങിക്കൂടുന്ന ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു പദ്ധതി ഉള്ളത് കാരണമാണ് ഈ സിനിമയിലോട്ട് ഇങ്ങനെ വരാൻ പറ്റിയത്. അതിന് എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലെ ഗവൺമെന്റിന്റെ പദ്ധതി കൂടുതൽ വനിതകൾക്ക് ഇതിലോട്ട് വരാനുള്ള പദ്ധതി ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്നിലൂടെ എല്ലാ സ്ത്രീകളും ഇതിൽ വരട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു വനിതകൾക്കുള്ള പദ്ധതി. ഇപ്പോൾ വേറെ സംസ്ഥാനത്തൊന്നുമില്ല. ഇതിൽ എനിക്ക് സന്തോഷവും അഭിമാനവും തോന്നും. വരും വർഷങ്ങളിൽ ഇതുപോലെ പദ്ധതികൾ കൂടുതൽ വനിതകൾക്കുള്ള പദ്ധതികൾ ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട്. അതിൽ എന്നെ പോലെ ഒതുങ്ങിക്കൂടുന്ന കഴിവുള്ള സ്ത്രീകൾ ഇതിലൂടെ സംവിധാനം ചെയ്യാൻ വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അടുക്കളയിൽ ഒതുങ്ങിക്കൂടിയിരുന്ന എന്റെ സ്വപ്നങ്ങൾ സഫലീകരിച്ച് അരങ്ങത്തേക്ക് കൊണ്ടുവന്ന ഗവൺമെന്റിനോട് തീരാത്ത നന്ദിയുണ്ട്.